പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 നവംബർ മാസം 25 ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ രക്ഷകനും നമ്മുടെ കർത്താവുമായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഒരുമിച്ച് കർത്താവ് അവസരം തന്നിരിക്കുന്ന വൻ കൃപകൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കൺമണി പോലെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. അതിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്ന കർത്താവിൻ്റെ കൃപകൾക്കായി സ്തോത്രം പറഞ്ഞ് സ്തോത്രം പിതാവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ ജയകരമായി നടത്തുന്ന കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞാട്ടെ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. സങ്കീർത്തനങ്ങൾ 77 ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ ശബ്ദമുയർത്തി എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. ഹല്ലേലൂയ. 12 ഭാഗം പറയുന്നു, ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും, അങ്ങയുടെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. 13 പറയുന്നു, ദൈവമേ അങ്ങയുടെ വഴി വിശുദ്ധമാകുന്നു, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. കരമുയർത്തി പറ, എൻ്റെ കർത്താവിനെ പോലെ വലിയവനാരുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞേ, എൻ്റെ യേശുവിനെ പോലെ വലിയവനാരുള്ളൂ. 15 പറയുന്നു, തൃക്കൈ കൊണ്ട് അങ്ങയുടെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു, യാക്കോബിനെയും യോസഫിൻ്റെ മക്കളെയും തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മളെ വീണ്ടെടുത്ത, നമ്മളെ രക്ഷിച്ച, നമുക്ക് നിത്യജീവൻ തന്ന, ആമേൻ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി തന്ന ആ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. എല്ലാവരും ചേർന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞ്, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ആനന്ദമായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ സ്വർഗീയ അപ്പ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തു പരിപാലിച്ച അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് വലിയവനാപ്പാ, അങ്ങ് വിശ്വസ്തനാപ്പാ, അങ്ങ് വാക്കുമാറാത്ത ദൈവമാ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നവരുടെ മുഖത്തെ അങ്ങ് പ്രകാശിപ്പിക്കുന്ന ദൈവമാ, അങ്ങ് ഞങ്ങളെ കൈവിടാത്ത ദൈവമാ, അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവേ. ഈ പ്രഭാതത്തിൽ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി അങ്ങേ ഞങ്ങൾ ആരാധിക്കുക, അങ്ങേ സ്തുതിക്കുക, അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുക. അപ്പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടപ്പാ, ഇവരുടെ ജോലി സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടപ്പാ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടപ്പാ. കർത്താവേ, ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലത്തെയും അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണമേ. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ അങ്ങ് വിടുവിക്കണമേ. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ലല്ലോ. അങ്ങേക്ക് 5,10,000 പേർക്ക് കൊടുക്കുവാൻ കഴിവുള്ള ദൈവമാണ്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതകരമായ വിടുതൽ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്പെഷ്യലി കർത്താവേ, ആമേൻ, സ്തോത്രം. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, പൂർണ്ണാരോഗ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സ്വസ്ഥത പ്രാപിക്കട്ടെ. അങ്ങേക്ക് ഒന്നും അസാധ്യമല്ലെന്നും അങ്ങയുടെ കരത്തിന് കഴിയാത്ത കാര്യമില്ലെന്നും ഞങ്ങൾക്കറിയാം. കർത്താവെ, അങ്ങ് പൂർണ്ണമായി വിടുവിപ്പാൻ ശക്തനാണെന്ന് ഞങ്ങൾക്കറിയാം. ഏത് രോഗമാണെങ്കിലും അതിനങ്ങ് വൈദ്യനാണെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് പകൽക്കാലം കർത്താവെ, നട്ടലിൻ്റെ അടിഭാഗത്ത് അതിവേദനയാൽ ഭാരപ്പെട്ട് ആമേൻ ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ വേദന മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ആ വേദന മാറിപ്പോട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. കരളിനകത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ലിവർ പ്രോബ്ലം എന്തു തന്നെയാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. കർത്താവെ, ഈ മഹാമാരിയിൽ നിന്നും അങ്ങയുടെ ജനത്തെ വിടുവിക്കണമേ. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ അങ്ങ് മറച്ചുകൊള്ളുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിനെ അനുഗ്രഹിക്കുകയും ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം പറഞ്ഞു. തുടർന്ന് ഞങ്ങൾ ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് ഇന്ന് പകൽക്കാലം തരിക. ഇന്ന് വൈകിട്ടത്തെ ബൈബിൾ
സ്റ്റഡിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ശബ്ദം കേട്ട എല്ലാവരും ഒരു 5 മിനിറ്റ് ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെ വചനം പഠിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. മറക്കല്ലേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. തുടർന്ന് നമുക്ക് വായിക്കാം കർത്താവിൻ്റെ പുസ്തകത്തിൽ നിന്നും സഭാപ്രസംഗി 11-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നത്, കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. ആമേൻ. കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുകയില്ല, ആമേൻ, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. എന്താ ഇത് അർത്ഥമാക്കുന്നത്? കാറ്റ് നോക്കി നിൽക്കാൻ ഒരിക്കലും വിതയ്ക്കാൻ പറ്റത്തില്ല. കാരണം കാറ്റ് എപ്പോഴും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇല ഇങ്ങനെ അനങ്ങി നിൽക്കും. മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയില്ല. കാരണം മഴമേഘമുണ്ടോ എന്ന് നോക്കി നിന്നാൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ കാർമേഘങ്ങളൊക്കെ കാണും. അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങും സ്റ്റക്കായി നിൽക്കല്ലേ, അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ നിൽക്കാതെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാണ് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് ആഹ്വാനം തരുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആമേൻ, എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ച്, എന്തെങ്കിലുമൊക്കെ കേട്ട് പേടിച്ച്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ട് ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കാതെ ആമേൻ, വിശ്വാസത്തോടെ എന്നെ വീണ്ടെടുത്ത കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തും, എന്നെ വീണ്ടെടുത്ത കർത്താവ് എന്നെ ജയാളിയായി കൊണ്ടുപോകും എന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക. ആമേൻ. നമ്മൾ പലയിടത്ത് സ്റ്റക്കായി നിൽക്കുക. അയ്യോ അങ്ങനായിത്തീരുമോ, ഭയമാ, പേടിച്ച് നിൽക്കുക. ആമേൻ. അത് അങ്ങനെ എന്തായിത്തീരും, എങ്ങനായിത്തീരും എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുക. ആമേൻ. ഇന്നൊരു പകൽക്കാലം ഒരു തീരുമാനമെടുക്കുക. മുന്നോട്ട് പോകാൻ ഒരു തീരുമാനമെടുത്താൽ അത് ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങളോ, നിങ്ങളുടെ നിരാശകളോ, നിങ്ങളുടെ കഷ്ടപ്പാടുകളോ, നിങ്ങളുടെ പ്രശ്നങ്ങളോ മാറിപ്പോവുകയില്ല. ദുഃഖങ്ങളുടെ നടുവിൽ കിടന്ന്, കഷ്ടങ്ങളുടെ നടുവിൽ കിടന്ന്, പ്രയാസങ്ങളുടെ നടുവിൽ കിടന്ന് അതും ഇതും ചിന്തിച്ചിരുന്നാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, ശമരിയുടെ പടിവാതിക്കൽ കിടക്കുന്ന കുഷ്ഠരോഗികളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2 Kings ചാപ്റ്റർ നമ്പർ 7 വേഴ്സ് 1-11, 7-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഈ മെസ്സേജ് കേട്ട് കഴിഞ്ഞാൽ ഉടനെ വായിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. അതിനകത്ത് നമുക്കറിയാം, അവിടെ ദൈവത്തിൻ്റെ ദാസൻ പ്രവചിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു ക്ഷാമം മാറാൻ പോവുകയാണ്. എന്നാൽ ക്ഷാമത്തിൽ നിൽക്കുക, എന്നാൽ ക്ഷാമം മാറാൻ പോവുകയാണ് എന്ന് ദൈവത്തിൻ്റെ ദാസൻ പ്രവചിച്ചു. ചിലർ വിശ്വസിച്ചു, ചിലർ വിശ്വസിച്ചില്ല. എന്നാൽ അവിടെ കിടന്ന 2 കുഷ്ഠരോഗികൾ, അല്ല 4 ആൾ, കുഷ്ഠരോഗികളായ 4 ആൾ അവിടെ ഉണ്ടായിരുന്നു. അവർ അവിടെ കിടക്കുമ്പോൾ അവർ തമ്മിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്ത്, നമുക്ക് മുൻപോട്ട് പോകാം. അവർ പോയി ശത്രുപാളയത്തിലേക്ക് ചെല്ലുമ്പോൾ അവൻ വായിച്ചു, നിങ്ങൾ നോക്കണം കേട്ടോ, അവർ അവിടെ കിടന്ന് മരിക്കുന്നത് എന്തിനെന്ന് തീരുമാനിച്ച് അവർ മുൻപോട്ട് പോകാൻ തീരുമാനിച്ചു. അവർ മുൻപോട്ട് പോയി ശത്രുപാളയത്തിൽ ചെന്ന് കയറിയപ്പോൾ ഓൾറെഡി ദൈവം എന്ത് ചെയ്തു? ശത്രുപാളയത്തിൽ അവൻ തോൽവിയുടെ ഭീതി കൊടുത്തിട്ട് ശത്രുവിനെ ഓടിച്ചു കളഞ്ഞു. ഇവരവിടെ ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ ആഹാര സാധനങ്ങൾ കിടക്കുക. ദൈവത്തിൻ്റെ ദാസൻ പ്രവചിച്ച് നിവൃത്തിയാകുകയും ചെയ്തു. അത് തന്നെയല്ല, ഇവർ ആ ദേശത്തിൻ്റെ വിടുതലിന് കാരണമാകാൻ ഇടവന്നു. ഇവരും വിടുവിക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം സാഹചര്യം കേട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് കൊറോണയാണ്, അതാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞ് തളർന്നിരിക്കാതെ ദൈവമേൽപ്പിച്ച ജോലി, ദൈവമേൽപ്പിച്ച ബിസിനസ്, കർത്താവേൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്ത് പരമാർത്ഥ ഹൃദയത്തോടെ ചെയ്ത് മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. കുളക്കരയിൽ കിടക്കുന്ന ആ രോഗി പറയുന്നത് എന്തുവാ? ഞാൻ ഈ വെള്ളം കലങ്ങുമ്പോൾ എന്നെ വെള്ളത്തിലിറക്കാൻ ആളില്ല. കർത്താവ് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? എങ്കിൽ നിന്റെ കിടക്കയെടുത്ത് നടക്കുക. കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല. ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഈ വർഷം തീരാറായി. നവംബർ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുക. അതുകൊണ്ട് ഈ വർഷം നിയോഗിക്കപ്പെട്ടിരുന്ന പല അസൈൻമെന്റുകളും പല കാര്യങ്ങളും നമ്മൾ ഈ പല കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിവെച്ചിരിക്കുക. നോ, ഇന്ന് പകൽക്കാലം ഈ സന്ദേശങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് ആഹ്വാനം തരുന്നത് നിൽക്കാനല്ല, മുൻപോട്ട് പോ. കർത്താവ് ഏൽപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് മുൻപോട്ട് പോകാതെ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ദുഃഖത്തിൽ നിന്നും, നിങ്ങളുടെ രോഗത്തിൽ നിന്നും, നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരുവാൻ കഴിയത്തില്ല. മുൻപോട്ട് പോകാമെങ്കിൽ നല്ലൊരു ഭാവിയിലേക്ക്, സന്തോഷത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് കയറുവാൻ കഴിയും. അതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ഓർപ്പിക്കുന്നത്. ഭയമെന്ന് പറയുന്നതും വിശ്വാസമെന്ന് പറയുന്നതും രണ്ടും 2 ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. എന്തുവാ ഭയമെന്ന് പറയുന്നത്? ഭയമെന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുക,
എന്തെങ്കിലും നെഗറ്റീവ് കാര്യം സംഭവിക്കും, എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഭയം. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് എന്താ? ആമേൻ, എൻ്റെ കൂടെ ദൈവമുള്ളത് കൊണ്ട് ഒരു നെഗറ്റീവും സംഭവിക്കത്തില്ല. എൻ്റെ കൂടെ കർത്താവ് ഉള്ളത് കൊണ്ട്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ അകത്തുള്ളത് കൊണ്ട് ആമേൻ, നെഗറ്റീവല്ല സംഭവിക്കുന്നത്, ദൈവഹിതകരമായ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഭയമെന്ന് പറയുന്നത് പരാജയപ്പെടുമോ, ആമേൻ, അല്ലെങ്കിൽ എന്തെങ്കിലും നാണക്കേടാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകുമോ എന്ന് ചിന്തിച്ച് സ്റ്റക്കായി നിൽക്കുന്നതാ ഭയം. എന്നാൽ വിശ്വാസം എന്ന് പറഞ്ഞത് അതല്ല. വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ കൂടെ യേശു ഉള്ളത് കൊണ്ട്, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് ഞാൻ പരാജയപ്പെട്ടു പോവുകയില്ല, ഞാൻ മുന്നേറുക തന്നെ ചെയ്യും, ഞാൻ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറയുന്ന, അത് ആത്മീക ശുശ്രൂഷയായിക്കോട്ടെ, ഭൗതിക ജോലി ആയിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഭയപ്പെട്ട് നീ സ്റ്റക്കായി നിൽക്കല്ലേ. കാറ്റിനെ നോക്കുന്നവന് വിതയ്ക്കാൻ കഴിയത്തില്ല, മേഘത്തെ നോക്കുന്നവന് കൊയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് പോലെ അതും ഇതും നോക്കി നിൽക്കുന്നവന് ഒരിക്കലും മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. കഷ്ടതകൾ മാറത്തില്ല, പ്രയാസങ്ങൾ മാറത്തില്ല, പ്രശ്നങ്ങൾ മാറത്തില്ല. ആമേൻ, ദൂതൻ കുളം കലക്കുമ്പോൾ ആമേൻ, എന്നെ എടുത്തിടുവാൻ ആരുമില്ലെന്ന് പറഞ്ഞിരിക്കുന്നവന് രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് പറഞ്ഞതുപോലെ. എന്നാൽ കുഷ്ഠരോഗികൾ പറഞ്ഞു, നാം എന്തിനാ ഈ പട്ടണത്തിൽ കിടന്ന് നശിക്കുന്നത്, നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മാത്രമല്ല അവരുടെ ദേശത്തിന് പോലും അവർ വിടുതലായതുപോലെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, മുൻപോട്ട് പോവുക. അവൻ സ്റ്റക്കായി നിൽക്കരുത്. അതും ഇതും പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് സാഹചര്യങ്ങൾ കണ്ട് ഭയപ്പെടാതെ മുൻപോട്ട് പോ. ഇന്ന് പകൽക്കാലം നിങ്ങൾ എവിടെ ഭയപ്പെട്ട് നിൽക്കുന്നോ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, എവിടെ ഭാരപ്പെട്ട് നിൽക്കുന്നോ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ഏതിൽ വിഷമിച്ച് നിൽക്കുന്നോ അവിടുന്ന് പുറത്തു വാ. ഭയമാ ഒരുവിധപ്പെട്ട വിടുതലുകൾക്കെല്ലാം തടസ്സമായി നിൽക്കുന്നത്. ഭയമാ ഒരുവിധപ്പെട്ട മുന്നേറ്റങ്ങളെല്ലാം തടസ്സപ്പെടുത്തുന്നത്. ഇന്ന് പകൽക്കാലം അതും ഇതും കണ്ട് ഭയപ്പെടാതെ വിശ്വാസത്തോടെ, ഹല്ലേലൂയ, കർത്താവിൻ്റെ കൂടെയുണ്ട്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, എൻ്റെ കർത്താവിൻ്റെ ശക്തി എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് എൻ്റെ കാൽ വഴുതി പോകത്തില്ല എന്ന വിശ്വാസത്തോട് മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളിന്നൊന്ന് ചിന്തിച്ചു നോക്കി, ഏത് വിഷയത്തിലാണ് ഭയപ്പെട്ട് നിൽക്കുന്നത്? ഏത് വിഷയമാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? അതെടുത്ത് കർത്താവിൻ്റെ മുമ്പിലോട്ട് വെച്ചിട്ട് പറ, ഇതാരും എന്നെ ഭയപ്പെടുത്തുന്നത്, ഇതാരും എന്നെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇത് കാരണമാണ് ഞാൻ സ്റ്റക്കായി നിന്നത്, ഇത് കാരണമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നിന്നത്. എന്നാൽ ഇന്ന് ഞാൻ അത് അങ്ങയുടെ കയ്യിലോട്ട് തരിക. ഞാൻ അങ്ങയുടെ കൈ പിടിച്ച് നടക്കാൻ തീരുമാനിക്കുക. അങ്ങൻ്റെ മുമ്പേ പോകുമ്പോൾ വഴികൾ തുറക്കപ്പെടും. അങ്ങൻ്റെ മുമ്പേ പോകുമ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാകും. അങ്ങൻ്റെ മുമ്പേ പോകുമ്പോൾ എല്ലാം എനിക്ക് അനുകൂലമാകും. യെസ്, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവ് നമുക്ക് മുൻപേ പോകുമ്പോൾ സകലതും നമുക്ക് അനുകൂലമായി മാറും. അതുകൊണ്ട് ബിസിനസ്സുകാരനാണോ, ജോലിക്കാരനാണോ, സുവിശേഷകനാണോ, പാസ്റ്ററാണോ, നിങ്ങൾ ആമേൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണോ, വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞാണോ, നിൽക്കരുത്. ദൈവാത്മാവ് പറയുന്നത് മുൻപോട്ട് പോകാമെങ്കിൽ കർത്താവ് നമ്മുടെ കൈ പിടിക്കും. സ്റ്റക്കായി പോയാൽ അവിടെ കടന്നു പോകും. ഭയപ്പെട്ട് നിൽക്കരുത്. വിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആരെങ്കിലുമൊക്കെ സ്റ്റക്കായി നിൽക്കുന്നു തോന്നുന്നെങ്കിൽ അവർക്കൂടെ അയച്ചു കൊടുക്കുക. അവരും യേശുവിൻ്റെ നാമത്തിൽ മുൻപോട്ട് പോകട്ടെ. പ്രാർത്ഥന കേട്ട കർത്താവിന് സ്തോത്രം. ആമേൻ. നമ്മളോട് സംസാരിച്ച കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് അനേകം യേശുവിൻ്റെ നാമത്തിൽ മുൻപോട്ട് പോകുന്ന പകൽക്കാലമായി തീരട്ടെ. സ്റ്റക്കായി നിൽക്കുന്നിടത്തുനിന്ന്, തടസ്സപ്പെട്ട് നിൽക്കുന്നിടത്തുനിന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വന്ന് ധൈര്യത്തോടെ ജയാളികളായി മുന്നോട്ട് പോകാൻ കർത്താവ് ഇടവരുത്തട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. We are shining by the power of Holy Spirit. God bless you. God bless you. God bless you.